രാവിലെ എൻ്റെ മുതൽ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടുള്ളൊരവസ്ഥയാണ്. ചോറ് വെച്ചാൽ മാത്രം പോരല്ലോ, അതിനൊരു കറി വെക്കാന്ന് പറഞ്ഞതൊരു ടാസ്ക്കാണ്. ഇന്നാണെങ്കിൽ ഒരു തേങ്ങയില്ല വീട്ടിൽ. അപ്പോൾ ആ പ്രഷർ കുക്കറിനകത്തെ പ്രഷർ പോലെയാണ് ഇപ്പോൾ എൻ്റെ തലയ്ക്കകത്ത് ഇരിക്കുന്നത്. അത് കുറേശ്ശെ ഇങ്ങനെ പീച്ചി പീച്ചി കളയുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. ആ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കുക്കർ നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നത്. ഇന്നൊരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. തട്ടിക്കൂട്ട് കറി എന്ന് പറയുമ്പോൾ കുറച്ച് മുതിര, ഒരു കഷ്ണം കുമ്പളങ്ങ, പിന്നെ അതിൽ തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടി ഒരു സാമ്പാർ. അതായത് എൻ്റെ പുതിയൊരു കണ്ടുപിടുത്താണ്. അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചു കേട്ടോ. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കാൻ ലൈറ്റർ സാധനങ്ങളൊക്കെ അതിനിടയിലാണ് ചെറുത് വന്നിരിക്കുന്നത്. അവളായിട്ട് കളിക്കും വേണം. ഇതൊന്നും പോരാണ്ട് എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അതിന് ശേഷം അത് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ബാക്കി സംഗതികളൊന്നും ഇല്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കളികളല്ലേ. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. കറിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ. പിന്നെ ഈ ചെറുത് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, അവളെ പ്രശ്നങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതും നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഈ കയ്യിൽ നമ്മളിങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകും പൊടി ഞാൻ ആകെ കുറച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ വല്ല ടേസ്റ്റും വരണ്ടെന്ന് ഓർത്തിട്ടാണ്. പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിൽ കുറച്ചേ ഞാൻ ഇട്ടുള്ളൂ. പിന്നെ അടുത്ത് നമ്മളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായപ്പൊടിയായിരുന്നു. കായപ്പൊടി വീഴ് മനുഷ്യനെ നാണം കിടത്താതെ കുറച്ചെങ്കിൽ കുറച്ചതിൽ വീഴ്, എന്നിട്ട് വേണം അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ. അപ്പോൾ ഉള്ളത് മൊത്തം ഞെക്കി പിഴിഞ്ഞു. അതിനകത്ത് ഇനി ഒരു കുന്തം ഇല്ല. കായപ്പൊടിയുടെ അപ്പം എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നതിന് മുന്നേ ഞാൻ അതിനെ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച സംഗതികളെല്ലാം കൂടി അതിലെടുത്തിട്ടു. ഇതിന് പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് മുതിര, ഉരുളക്കിഴങ്ങ്, വിത്ത്, പിന്നെന്തിട്ടാ എന്തൊക്കെയോ, തക്കാളി, സവോള, ഇതൊക്കെ കൂടി ഇട്ടൊരു കറിയാണ്. ഞാനിതിൽ കുറച്ച് പുളി വേണോ എന്ന് നോക്കിയിട്ട് പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പുളിയുടെ ആവശ്യം വന്നില്ല, കാരണം 2 തക്കാളി ഇട്ടപ്പോൾ തന്നെ അതിൽ ഏകദേശം പുളിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ ഒരു കറിയായില്ലേ. അപ്പോൾ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടിയ കറി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ.